ഇന്ത്യ ഇപ്പോൾ ഭയത്തിലാണ്, കടുത്ത അരക്ഷിതാവസ്ഥയിൽ. ജനാധിപത്യം പിച്ചു ചീന്തപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ സ്വേച്ഛാധിപത്യ ഹസ്തങ്ങളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ മിശിഹ ആയി അവതരിച്ച രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം രാജ്യത്ത് പ്രതീക്ഷ നൽകുന്നതുമാണ്. ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ശബ്ദമായി കുതിച്ചു കയറുമ്പോൾ രാജ്യത്തിൻ്റെ അധികാര കോട്ടകൾ പ്രകമ്പനം കൊള്ളുകയാണ്. പാർലമെന്റിലെ കൽച്ചുമരുകളിൽ തട്ടി രാഹുലിൻ്റെ മോദിയെ ചോദ്യം ചെയ്ത ശബ്ദം പ്രതിധ്വനിക്കുമ്പോൾ വർഗീയത കൊണ്ട് പുകമറ തീർത്ത് അധികാരത്തിൽ കയറിയ അധികാര ദുർബൂധങ്ങൾക്ക് ഇപ്പോൾ അങ്കലാപ്പാണ്. അഴിമതികളുടെ ഗോപുരങ്ങളുടെ അന്തപുരങ്ങളിൽ വിരാജിക്കുന്ന മോദിയുടെ തനിനിറം വലിച്ചു ചീന്തി അരാജകത്തിൻ്റെ മോദി ദ്രംശകൾ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ ലോകസഭാ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ രാജ്യത്ത് പ്രതീക്ഷ നൽകുന്നതുമാണ്. ഇന്ത്യയുടെ ആത്മാവായ ഭരണഘടനയും കയ്യിലേന്തി ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ രാഹുൽ ഗാന്ധി മോദിയുടെ അഴിമതിയുടെ കുത്തരങ്ങിനെതിരെ ചൂണ്ടുവിരൽ ചൂണ്ടി ആക്രോശിച്ചപ്പോൾ വിറങ്ങലിച്ചത് മോദി മാത്രമായിരുന്നില്ല. മോദിയുടെ നിഴലിൽ ഇന്ത്യയെ പകുത്ത് വീതം വെക്കാൻ കാത്തിരുന്ന വമ്പൻ ബിസിനസ് സ്രാവുകൾ കൂടിയായിരുന്നു. അദാനിക്കും അംബാനിക്കും നീരദ് മോദിക്കും അടക്കം ഭീഷണിയായി രാഹുൽ ശബ്ദമുയർത്തിയപ്പോൾ അത് മോദിയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉയർത്തിവിട്ട ഒന്നായിരുന്നു വോട്ടിങ്ങിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ നാല് ചുറ്റും നിന്നും രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന നിലപാടാണ് ഭരണകൂടം കൈക്കൊണ്ടത്. നീണ്ട 11 വർഷക്കാലം രാജ്യത്തിൻ്റെ കാവലാൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികാരം കയ്യാളിയ മോദിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നാണ് കഴിഞ്ഞ ദിവസം 1-ാം വോട്ട് ചോരി പത്രസമ്മേളനത്തിൽ രാഹുൽ തുറന്നടിച്ചത്. അതിന് പിന്നാലെ ബീഹാറിൽ വോട്ടധികാർ യാത്ര നടത്തി കേന്ദ്ര സർക്കാരിൽ പ്രഹരം തീർത്തു. ആ യാത്ര ശരിക്കും ഒരാക്രമണം തന്നെയായിരുന്നു മോദിക്ക്. ബീഹാറിൻ്റെ മണ്ണിനെ ഇളക്കിമറിച്ച് വോട്ടധികാർ യാത്ര 16 ദിവസം കൊണ്ട് അവസാനിച്ചപ്പോൾ അത് ഇന്ത്യയുടെ ഹൃദയഭിത്തികളിലെ ധമനികളിൽ രക്തചംക്രമണം കൂട്ടി. എന്നാൽ മോദിയുടെ ചവിട്ടടിപ്പാടിൽ നിന്നും മണ്ണ് ഊർന്നു പോകുന്നത് മോദി അറിയുകയായിരുന്നു. തൻ്റെ അധികാര കസേര കിളക്കം തട്ടിയെന്ന സത്യമറിഞ്ഞ മോദി രാഹുലിനെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞു. തൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞ രാഹുൽ ഗാന്ധി പക്ഷെ ഒരു കടുകുമണിയോളം പിന്നോട്ട് കാൽ വയ്ക്കാതെ കുതിച്ച് കയറി കൊടുങ്കാറ്റ് വീശിയടിച്ച രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒരു ബോംബായാണ് രംഗത്ത് വന്നത്. മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസി എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ഹൈഡ്രജൻ ബോംബാണ് പൊട്ടാൻ പോകുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിലും തൽക്കാലം ആ ഹൈഡ്രജൻ ബോംബ് മാറ്റിവെച്ച് ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് പൊട്ടിച്ചത്. വോട്ട് വെട്ടുമാറ്റിയതും BJP വോട്ടുകൾ കൃത്രിമമായി കൂട്ടിച്ചേർത്തതും ഡോക്യുമെന്റ്സോട് കൂടി രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. വോട്ട് നഷ്ടപ്പെട്ടവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. ഇനി ഇതാ ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ബീഹാർ വീണ്ടും ലക്ഷ്യമിടുകയാണ്. ഒപ്പം നിഴൽ പോലെ പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുലും പ്രിയങ്കയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തേര് തെളിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ അത് ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത ആഴ്ചയാവും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. കൂടാതെ കേരളത്തിൽ നവംബർ ആദ്യം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ 14 ജില്ലകളിലൂടെ കടന്നു പോകുന്ന യാത്രയ്ക്ക് രാഹുലും പ്രിയങ്കയും നേതൃത്വം കൊടുക്കും. അതിന് മുന്നോടിയായി ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വീടെടുത്ത് താമസിക്കാനുള്ള ക്രമീകരണം നടത്തിക്കൊണ്ടായിരുന്നു അവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറ്റം ഉറപ്പിക്കാനാണ് ദേശീയ നേതൃത്വം അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കൊള്ള നടപടികളെ പ്രതിരോധിക്കണമെങ്കിൽ താഴെത്തട്ട് മുതൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് വരേണ്ടതിൻ്റെ ഭാഗമായാണ് പ്രാദേശികമായി പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നത്. അതിനു മുൻപായി തന്നെ
ഹൈഡ്രജൻ ബോംബ് ഉഗ്രശേഷിയോടെ പൊട്ടിക്കാനുള്ള വെടിക്കോപ്പുകൾ സ്വരുക്കൂട്ടുകയാണ് രാഹുൽ ഗാന്ധി. അതിൻ്റെ പ്രകമ്പനം ഒരുപക്ഷെ മോദിയുടെ നില തെറ്റിക്കും. അവിടെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ രാജ്യം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിത വലയത്തിൽ വരും. ഇന്ത്യയിൽ മതേതരത്വം പുനഃസ്ഥാപിക്കപ്പെടും. രാജ്യം പുരോഗതിയുടെ ഉത്തംഗ ശൃംഗങ്ങളിൽ ഇനി വിരാജിക്കും. ജനത്തിൻ്റെ ഏറിയ പങ്കും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ഒപ്പം നിൽക്കുന്നതിനാൽ രാജ്യം ഇപ്പോൾ തന്നെ പ്രതീക്ഷയിലുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.